ഇന്ന് ആരെ നോക്കിയാലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ഇല്ലാത്ത ആരും തന്നെയില്ല. നമുക്ക് പ്രശ്നങ്ങളില്ലാത്ത ആരെയെങ്കിലും നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കത്തില്ല. പക്ഷേ പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ എങ്ങനെ അതിനെ തരണം ചെയ്ത് അതിൽ നിന്ന് നമുക്ക് എങ്ങനെ പുറത്തു വരാം എന്ന് നാം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിൽ നിന്ന് ഉള്ള ആ ഒരു കൃപ, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഇരിക്കണം. അങ്ങനെ കൂടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രതികൂലമായി കടന്നു വരുന്ന ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ ജയിച്ചുകൊണ്ട്, അതിനെ അതിജീവിച്ചുകൊണ്ട്, ആ പ്രശ്നങ്ങളെ നമുക്ക് തകർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് കടന്നു വന്ന് നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ വിജയം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ചില കാര്യങ്ങൾക്കിറങ്ങുമ്പോൾ പെട്ടെന്ന് നടക്കണമെന്നില്ല. അതിന് തടസ്സങ്ങൾ കടന്നു വരും, അതിന് സമയമെടുക്കും. പക്ഷേ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്ക് അത് നേടിയെടുക്കുവാൻ സാധിക്കും. കരുതുന്നവനാണ് നമ്മുടെ ദൈവം. നമുക്ക് സകലതും ചെയ്തു തരുവാൻ കരുതലുള്ളവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കി, നമ്മുടെ ആഗ്രഹങ്ങളെ മനസ്സിലാക്കി കർത്താവ് നമുക്ക് ചെയ്തു തരുവാൻ ശക്തനാണ്. അപ്പോൾ ആ കർത്താവിനെ നാം ആശ്രയിക്കുക, കർത്താവിനെ മുറുകെ പിടിക്കുക. അപ്പോൾ കർത്താവിൽ നിന്നുള്ള ആ കൃപ നമ്മുടെ മേൽ പകരുകയും നമുക്ക് കർത്താവ് സകല പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഉള്ള കൃപ നമ്മുടെ മേൽ പകരുകയും ബുദ്ധി, ജ്ഞാനം, പരിജ്ഞാനം നമ്മളിലേക്ക് പകർന്നു തരുകയും ചെയ്യും. ശലോമോൻ ജ്ഞാനിക്ക് കർത്താവ് പകർന്നു കൊടുത്തതുപോലെ ആ ശലോമോൻ ജ്ഞാനി ചെറുപ്രായത്തിൽ രാജാവായപ്പോൾ ജനത്തെ നയിക്കുവാനുള്ള ജ്ഞാനമാണ് കർത്താവിനോട് ആവശ്യപ്പെട്ടത്. അതുപോലെ നാമും ജ്ഞാനത്തിനായി കൊതിക്കുക. നമ്മുടെ മുമ്പിലുള്ള ഓരോ കാര്യങ്ങളും ഡീൽ എങ്ങനെ ചെയ്യണം എന്നുള്ള ജ്ഞാനം നമുക്ക് ലഭിക്കുവാനായിട്ട്, ഒരു കുടുംബജീവിതം എങ്ങനെ സക്സസ്സായി കൊണ്ടുപോകണം എന്നുള്ളൊരു ജ്ഞാനം, നമുക്ക് ഒരു സ്ഥാപനം നാം നടത്തുകയാണെങ്കിൽ ആ സ്ഥാപനം എങ്ങനെ സക്സസ്സായി കൊണ്ടുപോകണം എന്നുള്ളൊരു ജ്ഞാനം, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ അവിടെ ഒക്കെ ഏത് രീതിയിൽ നാം പെരുമാറണം, ഏത് രീതിയിൽ ഓരോ കാര്യങ്ങളും ഡീൽ ചെയ്യണം, ഏത് രീതിയിൽ ഓരോരുത്തരോടും ഇടപെടണം, സംസാരിക്കണം എന്നൊക്കെയുള്ള അറിവ് നമ്മുടെ മേൽ പകരുവാൻ, ആ രീതിയിലുള്ള ജ്ഞാനം നമുക്ക് ലഭിക്കുവാൻ കർത്താവിനോട് പരിജ്ഞാനത്തിനു വേണ്ടി യാചിക്കണം. ആ കർത്താവിൽ നിന്നുള്ള ജ്ഞാനം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് അതിജീവിക്കുവാനുള്ള ബുദ്ധി, ജ്ഞാനം ദൈവം നൽകി ദൈവം നമ്മെ മാനിക്കുവാനിടയായിത്തീരും. അങ്ങനെ ആ ജ്ഞാനം പ്രാപിച്ച വ്യക്തികൾക്ക് പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ പെട്ടെന്ന് തന്നെ അതിന് ഉത്തരം കണ്ടെത്തി ആ പ്രശ്നങ്ങളെ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോകുവാൻ, നമ്മുടെ ആ പ്രശ്നങ്ങളെ തകർത്തുകൊണ്ട് ജയമെടുത്ത് മുന്നോട്ട് പോകുവാനുള്ള കൃപ ദൈവം നൽകുവാനിടയായിത്തീരും. ദൈവമക്കളെ, ജ്ഞാനത്തിനു വേണ്ടി നാം ആഗ്രഹിക്കണം. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കൂടെ ഇരിക്കുവാൻ, ദൈവം നമ്മോട് കൂടെ ഇരിക്കുവാൻ നാം ആഗ്രഹിക്കണം. ദൈവമക്കളായ ഓരോ വ്യക്തി ജീവിതങ്ങളും ജ്ഞാനം പ്രാപിക്കണം, ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനത്തെ പ്രാപിക്കണം. ആ ജ്ഞാനം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹത്തിലേക്ക്, സക്സസ്സിലേക്ക്, ഉയർച്ചയിലേക്ക് ഒക്കെ കൊണ്ടുപോകുവാനിടയായിത്തീരും. ദൈവമക്കളെന്ന് അഭിമാനിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സക്സസ്സിലേക്ക് കടന്നു പോകണം. ദൈവം നമുക്ക് നൽകുന്നതായ നന്മകളെ കണ്ട് മനസ്സിലാക്കി നാം അതിൽ നിന്ന് ഓരോ നന്മകളും പ്രാപിച്ച് ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട്, ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട്, ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനം ദൈവം നമ്മിൽ വർദ്ധിപ്പിച്ച് തരുവാനായിട്ട് നാം ആഗ്രഹിക്കുകയും
അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവം നൽകുന്ന ജ്ഞാനമനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നാം പണിയുമ്പോൾ, നമ്മുടെ ഓരോ കാര്യങ്ങളും നാം പണിയുമ്പോൾ അത് സക്സസ്സിനായി ഇടയാകും, സക്സസ്സിന് കാരണമായി തീരും. ദൈവത്തിൻ്റെ ആ ജ്ഞാനം, ദൈവത്തിൽ നിന്നുള്ള കൃപ നമ്മുടെ മേൽ, ഓരോരുത്തരുടെ മേലും ദൈവമക്കളെ പകരുവാനായിട്ട് നാം വളരെ ദൈവസന്നിധിയിൽ കൊതിക്കണം. അങ്ങനെ കൊതിച്ചു പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ മേൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുകയും ദൈവം അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണുവാനും സാധിക്കും. അതിനായി ദൈവമക്കളെ, നിങ്ങളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.